നിങ്ങൾ താജ്മഹൽ കണ്ടിട്ടുണ്ടോ? അതായത് ലോകത്തുള്ള ആൾക്കാരെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിഭാഗം ആൾക്കാരേ ഉണ്ടാവുള്ളൂ. ഒന്ന് താജ് കണ്ടിട്ടുള്ള ആൾക്കാരും പിന്നെ താജ് കാണാത്ത ആളുകളും. അപ്പോൾ താജ്മഹലിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തുള്ള ഒട്ടുമിക്ക പ്രസിദ്ധരായിട്ടുള്ള ആളുകളും എവിടെ വന്നിട്ടുണ്ട്? താജ് കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പം ടോം ക്രൂയിസ് ആണെങ്കിൽ, ലിയാനോ ഡികാപ്രിയോ ആണെങ്കിൽ, ഡയാന രാജകുമാരി മുതൽ ഹോളിവുഡ്, ബോളിവുഡ് അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള പൊളിറ്റീഷ്യൻസ്, ബറാക്ക് ഒബാമ, മിഷേൽ ഒബാമ, അങ്ങനെ പല ആളുകളും എവിടെ വന്നിട്ടുണ്ട്? താജ് കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ ഒരുപാട് പേര് വർഷാവർഷം എവിടെ വരുന്നുണ്ട്? താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താജിനെ പറ്റിയിട്ട് ഒരുപാട് കെട്ടുകഥകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ പരക്കുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ മലയാളികളുടെയും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകളുടെ ഒരു സ്വഭാവമാണ് സത്യം പ്രചരിപ്പിക്കുന്നതിനെക്കാട്ടി കൂടുതൽ എന്താ ചെയ്യുക? കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒന്നാമത് അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്, താജ് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഷാജഹാൻ ചക്രവർത്തി എന്ത് ചെയ്തു? താജ് നിർമ്മിച്ച നിർമ്മാതാക്കളുടെയൊക്കെ എന്ത് ചെയ്തു? കൈ മുറിച്ച് കളഞ്ഞു എന്ന്. അപ്പോൾ അത് കേട്ട് ചെറുപ്പത്തിൽ ഞാനും വിശ്വസിച്ചു. പക്ഷെ കുറേ കാലം കഴിഞ്ഞ് ഹിസ്റ്ററി ബുക്കുകളൊക്കെ വായിക്കുന്ന സമയത്ത് ഇപ്പോൾ താജ് നിർമ്മിച്ചിട്ടുള്ള ശില്പികളായിട്ടുള്ള ഇസ്മായിൽ അഫന്തി, അതേപോലെ ഉസ്താദ് അഹമ്മദ് ലാഹോരി, ഉസ്താദ് ഈസാ ഖാൻ, ഇവരൊക്കെ താജ്മഹൽ നിർമ്മിച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെയും ഒരുപാട് നിർമ്മിതികൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ ഷാജഹാനാബാദ് ഇതേ ഉസ്താദ് അഹമ്മദ് ലാഹോരി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പ്രചരിപ്പിക്കുക. അതേപോലെ തന്നെ താജ്മഹലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് യമുനയുടെ മറുകരയിലായിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു കറുത്ത താജ്മഹൽ നിർമ്മിക്കാൻ ഷാജഹാന് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന്. ഇതും ശുദ്ധമായിട്ട് എന്താണ്? കള്ളാണ്. അങ്ങനെ ഒരു പ്ലാനിനെ അതേ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥങ്ങളിലും പറയുന്നില്ല. പിന്നെ അതേപോലെ ഷാജഹാനെ പറ്റി പറയുമ്പോൾ ഷാജഹാൻ ഒരു സ്ത്രീലമ്പടനായിരുന്നു. ഷാജഹാൻ മുംതാസിനെ കല്യാണം കഴിക്കാൻ വേണ്ടി അതിനുള്ള മുമ്പെയുള്ള ഭാര്യമാരെയൊക്കെ തീയിട്ട് കൊന്നു, വിഷം കൊടുത്തു കൊന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെല്ലാം പച്ചക്കള്ളാണ്. കാരണം ഷാജഹാൻ ചക്രവർത്തിക്ക് മുന്നേ ഭാര്യമാരുണ്ടെങ്കിലും മുംതാസിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് അവരാരെയും കൊന്നിട്ടുമില്ല. മുംതാസിൻ്റെ വേറൊരു കഥയിൽ പറയുന്ന മുംതാസിൻ്റെ മറ്റ് സഹോദരിമാരായിരുന്നു കല്യാണം കഴിച്ചിരുന്നത്. മുംതാസിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം കൊന്നു കളഞ്ഞു, എന്നിട്ട് മുംതാസിനെ കല്യാണം കഴിച്ചു എന്ന്. അങ്ങനെയൊന്നുമല്ല. ഷാജഹാൻ ചക്രവർത്തിയുടെ രണ്ടാം അമ്മയായിട്ടുള്ള നൂർജഹാൻ്റെ സഹോദര പുത്രിയാണ് ആര്? മുംതാസ്. അങ്ങനെ അവർ നേരിട്ട് കാണുകയും പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടാണ് ഈ കല്യാണം നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ചരിത്രം കേൾക്കുമ്പോൾ ആരെന്ത് പറയുന്നു അതാണ് നമുക്ക് ചരിത്രം. അതിന് തെളിവ് വേണ്ട. ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു? ഈ പറയുന്ന ചരിത്രം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ 300-400 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് ഇതുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള പോലെ ക്ലിയർ ഡോക്യുമെൻറ്റേഷനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് മിനിമം എന്ത് ചെയ്യുക? ഇത് എവിടെ നിന്ന് കിട്ടി? എന്താണ് ഇതിൻ്റെ സോഴ്സ്? ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് ചോദിക്കാനുള്ള ഒരു മിനിമം എന്താ പറയുക, ആ ഒരു സ്വഭാവം നമ്മൾ കാണിക്കാൻ ശ്രമിക്കുക.